ഹായ് ഫ്രണ്ട്സ്, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് സ്പാ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരിലാണ്. കാരണം അവർ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഓക്കെ, അയ്യോ ഞാൻ എൻ്റെ അക്കൗണ്ട് എന്ന പേജും കാര്യങ്ങളും അഡ്വർടൈസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനാ ഇത് ചെയ്യുന്നത് എന്നുള്ള മറ്റുള്ളവർ അറിയോ എന്നുള്ളൊരു പേടി മെജോറിറ്റി ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി ഒരു അഡീഷണൽ അക്കൗണ്ട് ഉണ്ടാക്കും. ഇത് പലപ്പോഴും സ്ഥാപനത്തിന്റെ പേരിലായിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇല്ലാത്തൊരു വ്യക്തിയുടെ പേരിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫേസ്ബുക്കിന്റെ പോളിസി പ്രകാരം 100% റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, മാത്രമല്ല ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഫേസ്ബുക്കിൽ നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് ആ പേജിൽ നിങ്ങൾ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ഇത് ആരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി ആരാന്നുള്ളത് പുറമേ നിന്ന് ഒരാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവര് ജസ്റ്റ് ആ പേജും ആ പേജിൽ റൺ ആവുന്ന ആഡുകളും പോസ്റ്റുകളും മാത്രമാണ് കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധറാവേണ്ട കാര്യമില്ല. സോ ഒരു കാരണവശാലും നിങ്ങൾ ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ചിലപ്പോൾ 5-10 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ചു ഒരു 1K 2K അല്ലെങ്കിൽ ഒരു 15K ഫോളോവേഴ്സ് ഒക്കെ എത്തി നല്ല രീതിയിൽ വൈഡ് റേറ്റ് എത്തുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു ദിവസം നിങ്ങളെ പേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. സോ എത്രത്തോളം അത് നിങ്ങളെ ബിസിനസ്സിനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സോ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ജെനുവിൻ അക്കൗണ്ടിൽ മാത്രം നിങ്ങളെ പേജും അഡ്വർടൈസിങ്ങും റൺ ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം സംശയങ്ങളും കമൻറ്റ് ചെയ്യാം. ഇതുപോലെ നല്ല ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സ്പാ ഫീൽഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പാ നടത്തുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.